ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസിന്റെ GDS റിക്രൂട്ട്മെന്റിനെ പറ്റിയാണ്. പോസ്റ്റ് ഓഫീസ് നമ്മൾ വളരെ കാലമായിട്ട് ഇത് കാത്തിരിക്കുകയായിരുന്നു. എല്ലാ വർഷവും ചിലപ്പോൾ ഇത് 2 പ്രാവശ്യം വരും, ചിലപ്പോൾ 1 പ്രാവശ്യം വരും, ചിലപ്പം വരത്തില്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഇതിന്റെ റിക്രൂട്ട്മെന്റ് വന്നില്ല. അതുകൊണ്ട് വളരെ കാലമായിട്ട് ആൾക്കാർ ഇത് കാത്തിരിക്കുകയായിരുന്നു. ഏതായാലും അവസാനം ഞാൻ 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് ഇതിന്റെ വേക്കൻസി അല്ലെങ്കിൽ ഇവരുടെ സർക്കുലർ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് പലരും പറഞ്ഞ് ഇത് വെറുതെയാ. പ്രത്യേകിച്ച് ഒരാൾ വന്ന് പറഞ്ഞ് ഇത്രയ്ക്ക് വിവരമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ്. പക്ഷെ അങ്ങേര് ഈ വീഡിയോ കണ്ടിട്ട് പറഞ്ഞത് കേരളത്തിൽ വേക്കൻസി ഇല്ല, കേരളത്തിൽ വേക്കൻസി വരണമെങ്കിൽ കേരള ഗവൺമെന്റ് തീരുമാനിക്കണമെന്ന്. അങ്ങനെയുണ്ട്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെയാണ് പോസ്റ്റ് ഓഫീസ് എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ചിലർ ഇത് കണക്ക് കുത്തിത്തിരിപ്പുമായിട്ട് വരുന്നുണ്ട്. അത് പോട്ടെ, അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പം GDS പോസ്റ്റ് ഓഫീസിന്റെ GDS റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കും. പോസ്റ്റ് ഓഫീസ് GDS റിക്രൂട്ട്മെന്റ്, ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ബേസിക് ഇൻഫോർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങളെ കാണിച്ച് നിങ്ങൾ അത് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ മൊത്തം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നിങ്ങൾ വീഡിയോ നല്ല കണക്ക് കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുകയാണ് ഇത് കള്ളത്തരമാണ് എന്നൊക്കെ തീരുമാനിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത് 25,673 പോസ്റ്റ് ഉണ്ട്. ആൾ ഓവർ ഇന്ത്യയുടെ പോസ്റ്റാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് SSLC മെട്രിക്കുലേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. SSLC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ മതി. നിങ്ങൾക്ക് ഇന്റർവ്യൂ ഇല്ല, എക്സാമും ഇല്ല. ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് 10ാം ക്ലാസ് പാസ്സായി നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ എന്നെ കണക്ക് തന്നെ നിങ്ങൾ ഈ ഒരു ജോബിന് വേണ്ടി കാത്തിരുന്നവരായിരിക്കാം. അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലിന് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. വളരെ ദിവസത്തെ പ്രതീക്ഷയാണ്. അതാണ് ഞാൻ തന്നെ ഇതിനു വേണ്ടി പ്രതീക്ഷിക്കുകയായിരുന്നു. ഈ ഒരു സർക്കുലർ വന്നിട്ട് വേണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. എത്രയോ പേര് ജോലിയില്ലാതെ അലയുന്നുണ്ട്. അപ്പൊ ഈ ഒരു തരത്തിൽ പോസ്റ്റ് ഓഫീസിലൂടെ നിങ്ങൾക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അധികം പ്രയത്നിക്കേണ്ട. ഇത് സർക്കുലറിന്റെ ഫൈനൽ ആയില്ല, ഇതിന്റെ ഒരു ഇടക്കാല സർക്കുലറാണ് ഇപ്പം വന്നിരിക്കുന്നത്. അതായത് അതിനകത്ത് പറയുന്നുണ്ട് എന്ന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവും, എത്ര എൻഡിങ് എന്നാണ്. വളരെ 15 ദിവസമേ ഉള്ളൂ. ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് വെറും 15 ദിവസത്തെ സമയമേ ഉള്ളൂ. ആ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നഷ്ടമാകും. പിന്നെ നിങ്ങൾ 1 വർഷം കാത്തിരിക്കണം. അപ്പോൾ 1 വർഷം കാത്തിരിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പം ഇതിനകത്ത് 40 ജനറലായിട്ടുള്ളവർക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പക്ഷെ 39 വയസ്സായവർ ഇത് മിക്സ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനേ പറ്റത്തില്ല. SC ST OBC അങ്ങനെയുള്ളവർക്ക് കൺസിഡറേഷൻ ഉണ്ട്. അല്ല, ജനറലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ബേസിക് എന്താണ്, ഇവര് ബേസിക് ഡീറ്റെയിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ബേസിക് ഡീറ്റെയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കോ ഹൈപ്പോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ത്യ പോസ്റ്റ് GDS റിക്രൂട്ട്മെന്റ് 2026 നോട്ടിഫിക്കേഷൻ ഔട്ട് ഫോർ 25,000 പോസ്റ്റ് വേക്കൻസി. ഇതിന്റെ നിങ്ങൾ വിചാരിക്കും GDS എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 തരത്തിലുള്ള വേക്കൻസിയാണ് വരുന്നത്. BPM ഉണ്ട്, ABPM ഉണ്ട്, ഡാക് സേവക്, ഇങ്ങനെ 3 തരത്തിലാണ് വരുന്നത്. BPM എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ്. ABPM എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ്. ഡാക് സേവക്, ഈ 3 കാറ്റഗറി വരുന്നവരും വാങ്ങിക്കുന്ന ശമ്പളവും മറ്റുള്ള കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഡെസിഗ്നേഷന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് BPM ഒരു മുന്തിയതാണ്. അപ്പം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന്റെ ആണ് BPM. ABPM അതിന്റെ താഴെ വരും. പക്ഷേ ABPM ഡാക് സേവമായിട്ട് വലിയ വ്യത്യാസമില്ല. ഇങ്ങനെയുള്ള ഒരു ഡെസിഗ്നേഷന്റെ ഒരു മുന്നും പുറകുമായിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഈക്വൽ ആണ്. സർക്കുലറിൽ നമുക്ക് പോകുമ്പോൾ ആ സർക്കുലർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏജ് മിനിമം 18 വയസ്സായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം 40 വയസ്സായിരിക്കണം. 18-40 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജനുവരി 1-ാം തീയതി, ഈ ജനുവരി 1-ാം തീയതി 2026 ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ ഇത് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. OBC കാൻഡിഡേറ്റ് ഏജ് ലിമിറ്റ് 18 തൊട്ട് 43 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ് ഏജ് ലിമിറ്റ് 18 തൊട്ട് 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST OBCക്ക് ഉണ്ട്. റിലാക്സേഷൻ ആസ് പെർ ഓൺ ഗവൺമെന്റ് റൂൾ. SC STക്ക് 5 വർഷത്തെ ഉണ്ട്, OBCക്ക് 3 വർഷത്തെ ഉണ്ട്.
ഇനി നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അപേക്ഷ ഫീസ് ഉണ്ട്. ഈ അപേക്ഷ ഫീസ് എന്ന് പറയുന്നത് ജനറൽ OBC EWS കാറ്റഗറിക്ക് നിങ്ങൾക്ക് 100 രൂപ കൊടുക്കണം. SC ST PH കാറ്റഗറിക്ക് നില്ലാണ്. ഇതിന്റെ പേയ്മെന്റ് നിങ്ങൾക്ക് ഫോൺ പേ വഴി ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ചെല്ലാനുണ്ട്, അതുവഴി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമില് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ് നിങ്ങളുടെ മാർക്കിന്റെ 10ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് വരും. ആ മെറിറ്റ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. നമുക്കിനി ഇവരുടെ ഈ നോട്ടിഫിക്കേഷൻ എന്താണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുമായിട്ട് നോട്ടിഫിക്കേഷൻ ഇവരുടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ വെച്ച് പോകല്ലേ, ആ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ട് കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. നിങ്ങൾ അതുകൂടെ കാണുക. കാര്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വേണ്ട, നിങ്ങൾ കാണണ്ട. പക്ഷെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നോട്ടിഫിക്കേഷനിലൂടെ കാണണം. നോട്ടിഫിക്കേഷൻ ഇതാണ്: ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്, GDS സെക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആൾ ദ ചീഫ് പോസ്റ്റ് മാസ്റ്റർക്ക് കൊടുത്തിരിക്കുന്ന സർക്കുലറാണിത്. ഇത് GMCPT ബാംഗ്ലൂർ, GMCPT ബാംഗ്ലൂരിന് അതിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡേറ്റ് 31, അതായത് കഴിഞ്ഞ മാസം 31-ാം തീയതിയാണ് ഈ സർക്കുലർ ഇഷ്യൂ ചെയ്തത്. സബ്ജക്ട് പറയുന്നത് GDS ഓൺലൈൻ എൻഗേജ്മെന്റ് ഷെഡ്യൂൾ 1 ജനുവരി 2026. ഇവിടെ നമ്മൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ ആരാ ഇത് ചെയ്തെന്നുണ്ട്. ഇത് പറയുന്നത് ഗുരുവിന്ദർ സിംഗ്, ഡയറക്ടർ ജനറൽ ആണ്. ഇവിടെ ഈ അയച്ച ആളിന്റെ പേര് പറയുന്നുണ്ട്. ഇവിടെ ഗുരുവിന്ദർ സിംഗ്, ഡയറക്ടർ ജനറൽ GDS. ഗുരുവിന്ദർ സിംഗ് ജനറൽ. നിങ്ങൾക്കൊരു സംശയം വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇത് ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വേക്കൻസി ക്യാപ്ചറിംഗ് ബൈ ദ ഡിവിഷൻ. അതായത് ഓരോ ഡിവിഷനിലും ഓരോ ഡിസ്ട്രിക്റ്റും അവർക്ക് എത്ര വരുന്ന വേക്കൻസി ആ ഡിവിഷൻ മാനേജർ ഡിവിഷൻ സർക്കിളിലേക്ക് അയക്കണം. അവർ ആ ഒരു വേക്കൻസി ഓരോ ഡിവിഷനിലും എത്ര വേക്കൻസി വരുന്നുണ്ട് അവർ ആ ലിസ്റ്റ് ഉണ്ടാക്കി സർക്കിളിൽ കൊടുക്കണം. ആ ഒരു ഡേറ്റ് ആണ് 5/1/26 തൊട്ട് 12/1/26. അതായത് ഈ മാസം 5/1 തൊട്ട് 12/1 വരെ അവർക്ക് ആ സമയം കൊടുത്തിരിക്കുകയാണ്. അതിനുള്ളിൽ ഡിവിഷണൽ ഓഫീസർ അതിന്റെ ആ ലിസ്റ്റ് ഉണ്ടാക്കി സർക്കിൾ ഓഫീസിൽ കൊടുക്കണം. അപ്രൂവ് ഇവിടെ ആക്ടിവിറ്റി പറയുന്നുണ്ട്, ഇവിടെ ഡേറ്റ് ടൈം ലൈൻസ് പറയുന്നുണ്ട്. ഇത് രണ്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്രൂവൽ ഓഫ് ദ വേക്കൻസി ക്യാപ്ചേർഡ് ബൈ ദ ഡിവിഷൻ ബൈ ദ സർക്കിൾ. GDSന്റെ സർക്കിളിൽ ചെല്ലുന്ന ആ ഒരു വേക്കൻസിയെ ഇവർ അപ്രൂവൽ ചെയ്യാനായിട്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഡേറ്റ് 12/1/26 തൊട്ട് 14/1/26 വരെ. 12-ാം തീയതി തൊട്ട് 14-ാം തീയതി വരെ ഇവർക്ക് അപ്രൂവൽ ചെയ്യണം ആ ഒരു വേക്കൻസി. ഇവിടെ പറയുന്നുണ്ട് 12/1 വരെ അവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. സെയിം ഡേ ഇവിടെ അപ്രൂവൽ ചെയ്യണം. അപ്രൂവൽ ഓഫ് വേക്കൻസീസ് ബൈ ദ ഡയറക്ടറേറ്റ് അതിന്റെ അപ്രൂവൽ 14-ാം തീയതി തന്നെ അവർ അതിന്റെ അപ്രൂവൽ ചെയ്യണം. സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ബൈ ആപ്ലിക്കന്റ്. നമ്മളിൽ നിന്ന് അവർ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത് 20/1/26 തൊട്ട് 4 ഫെബ്രുവരി 26 വരെ. അതായത് ഞാൻ പറഞ്ഞ വെറും 14 ദിവസമോ 15 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ബൈ ആപ്ലിക്കൻസ് 20/1/26 ടു 4/2/26. ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആൻഡ് ഫീ പേയ്മെന്റ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അതിന്റെ ഫീ അടയ്ക്കുവാനുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് 25/1/26 തൊട്ട് 5/2 വരെയുണ്ട്. നിങ്ങൾക്ക് ഫെബ്രുവരി 5-ാം തീയതി വരെ നിങ്ങൾക്ക് അതിന്റെ ആ ഫീസ് അടയ്ക്കാനും ആപ്ലിക്കേഷൻ ചെയ്യുവാനുമുള്ള സമയമുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം. ഞാൻ ഈ സർക്കുലർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ശരിയാക്കണം. ഡേറ്റ് ഫോർ കറക്ഷൻ ഇൻ ദ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും പറയുന്ന ഫെബ്രുവരി 8-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെ. നിങ്ങൾക്ക് 2 ദിവസത്തെ സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. റിലീസ് ദ ഫസ്റ്റ് ലിസ്റ്റ് ടെൻഡറ്റീവ് ഫെബ്രുവരി 20-ാം തീയതി. നിങ്ങൾ മറ്റൊക്കെ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങൾ എടുക്കും, 3-4 മാസമൊക്കെ എടുക്കും. പക്ഷെ ഇതിനങ്ങനെ എടുക്കത്തില്ല. ഇവര് പറയുന്നത് 20-ാം തീയതി ഫെബ്രുവരി 20-ാം തീയതി ഫസ്റ്റ് ലിസ്റ്റ് ഇവര് ടെൻഡറ്റീവ് ലിസ്റ്റ് ഇവര് ഡിക്ലെയർ ചെയ്യും. ബാക്കി ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഏജിന്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ എല്ലാം നിങ്ങളോട് ആയിട്ട് ഷെയർ ചെയ്ത് ഇവിടെ പറയുന്ന പോലെ ഫൈനൽ വേക്കൻസി നോട്ടിഫിക്കേഷൻ ദ ഫോളോയിങ് വേക്കൻസീസ് ആർ 31/12/25. Therefore, circular requested to adhere to the strict timelines. ഈ ടൈം ലൈൻസിൽ തന്നെ എല്ലാം അത് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സർക്കുലർ കൊണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുക ഈ മാസം
നിങ്ങൾക്ക് തീർച്ചയായിട്ടും 20-ാം തീയതി ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ സമർപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് വേക്കൻസി ഒന്നും അറിയാൻ പറ്റുന്നില്ല, വന്നോ ഇല്ല, നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ അന്ന് തന്നെ ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിലെത്തിക്കും. നിങ്ങൾക്ക് അപ്പോൾ അത് കാര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കി ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതല്ല, അടുത്ത വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഫൈനൽ വീഡിയോ, ഇതിപ്പോൾ 2 ആയുള്ളൂ, ഒരു വീഡിയോ ഇടുന്നുണ്ട്. ആ ഫൈനൽ വീഡിയോയിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞ് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് കൂടി നിങ്ങളെ കാണിച്ച് നിർത്താം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.